അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൂത്താട്ടുകുളത്താണ്. അപ്പോൾ ഇന്ന് നമ്മൾ സാജി സാറിൻ്റെ അതേ പറമ്പിൽ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് റംബൂട്ടാനാണ്. എങ്കിലിന്ന് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിരീതികളാണ് കാണുന്നത്. അപ്പോൾ നല്ല വെയിലുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ, നമ്മുടെ നാട്ടിൽ മാത്രമേ മഴയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കൃഷി വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പേര് MC സാജു, കൂത്താട്ടുകുളത്തിനടുത്ത് തിരുമാറാടിയാണ് സ്ഥലം. ഞാനിങ്ങനെ പല കൃഷികൾ ചെയ്യുന്നുണ്ട്. എനിക്ക് കൃഷിയിലൊരു പ്രത്യേക പാഷനുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടും കൂടി ഒന്ന് പരീക്ഷിച്ചത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പരീക്ഷണം എനിക്ക് വിജയമായിരുന്നു. പക്ഷേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കാരെല്ലാവരും പറയുന്ന ഒരു കാര്യം, ഈ കൃഷി ചെയ്യുമ്പോൾ ഭയങ്കരമായ കൃഷി ചിലവാണെന്നാണ്. അത് ശരിയാണ്, കൃഷി ചിലവ് കൂടുതലാണ്. അപ്പോൾ നമുക്കതിനെ നേരിടണമെങ്കിൽ ഞാൻ അതിനകത്ത് ഒരു ഇടവുള്ള കൃഷിക്കാരനാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഏത്തവാഴ കൃഷി ചെയ്തത്. ഈ ഏത്തവാഴ എന്ന് പറഞ്ഞാൽ 300 ശിഷ്ടം ഏത്തവാഴയാണ്. കഴിഞ്ഞ ഒരു സീസണിലെ വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്നത്. ഇത് രണ്ടാമത്തെ വിളവെടുപ്പാണ്. അപ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് നമുക്കൊരു 2-2.5 ലക്ഷം രൂപ കിട്ടി. ഇനി അടുത്ത വിളവെടുപ്പിന് അത് നമുക്ക് വീണ്ടും ഏകദേശം അതിൻ്റെ അടുത്ത് വരും. അപ്പോൾ നമുക്ക് ഈ ചിലവുകൾ അങ്ങ് കുറഞ്ഞു കിട്ടും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു നടീൽ രീതി ഒന്ന് വിശദീകരിക്കുക. ഇവിടെ കോൺക്രീറ്റ് തൂണുകളിലാണ് ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ഒരടി നീളം എന്ന് പറയുമെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് 1/2 മീറ്റർ നീളമുള്ള കട്ടിങ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പില്ലറിൽ 4 വശത്തു നിന്ന് ഇടണം. 4 വശത്തു നിന്ന് 4 എണ്ണം പ്ലാന്റ് ചെയ്ത് ഒരു ടയർ വെച്ച് ഇതിനെങ്ങും മറിച്ചാൽ മതി. മറിച്ച് കഴിഞ്ഞാൽ കൃത്യം 8 മാസം കൊണ്ട് തന്നെ പഴം പറിച്ചു തുടങ്ങാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ചുറ്റും നട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 1 ഏക്കർ സ്ഥലത്ത് ഏകദേശം 400 കാലോളം വരും. 400 കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 16 1600 1800ഓളം ചെടികൾ നടാൻ പറ്റും. അപ്പോൾ ഈ റംബൂട്ടാൻ ചെയ്യുന്നതിനോടൊപ്പം ഇത് ഇടവളയായിട്ട് ചെയ്യാൻ ബെറ്റർ ഒരു ഓപ്ഷൻ അല്ലേ? റംബൂട്ടാൻ 40 അടി അകലത്തിൽ ചെയ്യുവാണെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ്. 20 അടിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊരു ട്രയൽ ബേസിസിലാണ്. അപ്പം ഇച്ചിരി കൂടി പെട്ടെന്ന് കയറി റംബൂട്ടാൻ തിക്കാകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതാണ് ഞാൻ കണ്ട ഒരു ഡ്രോബാക്ക്. പക്ഷേ ഈ ഹ്രസ്വകാലത്തിനുള്ളിൽ നമുക്കിതിൻ്റെ മുതലും നമ്മുടെ ലാഭമൊക്കെ ആയിട്ട് നമുക്ക് ഊരിപ്പോരാം. നല്ലൊരു വിളവാണ് അത് തരുന്നത് ആ ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ. റംബൂട്ടാൻ നമുക്ക് വർഷത്തിൽ 1 വിളവ് തരുമെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് എത്ര തവണ തരും? അതാണ് ഇതിൻ്റെ പ്രത്യേകത. റംബൂട്ടാൻ നമുക്ക് വർഷത്തിൽ 1 തരുവുള്ളെങ്കിലും ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അത് നമുക്ക് മെയ് മുതൽ അങ്ങ് തുടങ്ങും. മെയ് മാസത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ അതിൻ്റെ പഴം നമുക്ക് പറിച്ചുകൊണ്ടേയിരിക്കാം. അങ്ങനെ ഒരു വലിയ മെച്ചമുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യത്തിൽ. മാർക്കറ്റ് എങ്ങനെയാണ്? മാർക്കറ്റ് ഒന്ന് വലിയ ഹോൾസെയിൽ മാർക്കറ്റുകളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം എന്താണെന്ന് വെച്ചാൽ വിവിധ വിപണികളുണ്ട്. ഇവിടെ അടുത്ത് കൂത്താട്ടുകുളം കാക്കൂർ പോലുള്ള വിപണികളുണ്ട്. പിന്നെ എറണാകുളത്തു നിന്നുള്ള കുറേ ആളുകൾ ഇതിവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇത് കൂടാതെ ചില പഴ കച്ചവടക്കാരെടുക്കുന്നുണ്ട്. അപ്പോൾ വിപണി ഇതിനകത്തൊരു പ്രശ്നമേ അല്ല. സാറേ, നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വിദേശ പഴം നമ്മൾ വളർത്തുമ്പോൾ പല ചലഞ്ചസ് ഉണ്ട്, രോഗങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെപ്പറ്റി പറയണം, എങ്ങനെയാണ് ഇത്? ഡെനീസ, ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ശരിക്കും ഒരു പ്രശ്നമുണ്ട്. അതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർഷകർ അറിഞ്ഞ് മാത്രമേ ഈ കൃഷിയിലേക്ക് ഇറങ്ങാവുള്ളൂ. ബേസിക് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഏരിയൽ റൂട്ട്സ് കൂടുതലുള്ളതാണ് ഈ മരം അല്ലെങ്കിൽ ഈ ചെടി. ഈ ഏരിയൽ റൂട്ട്സ് കൂടുതലുള്ള എല്ലാത്തിലും ഫംഗസ് ബാധയ്ക്കുള്ള സാധ്യത കൂടും. അത് കുരുമുളകാണെങ്കിലും വനിലയാണെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ടാണെങ്കിലും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പറ്റുന്ന ഫംഗിസൈഡ് കറക്റ്റ് ഇൻ്റർവെല്ലിൽ അടിച്ചുകൊണ്ടേയിരിക്കണം. ഇത് കേരളത്തിലെ മഴ കൊണ്ട് മാത്രമല്ല, തമിഴ്നാട്ടിലെ കാലാവസ്ഥ കൊണ്ടല്ല, യൂറോപ്പിലെ ചൂട് കൊണ്ടല്ല, ഏത് മലേഷ്യയിലാണെങ്കിലും നമ്മൾ ഇപ്പം ബാക്കി ഏത് രാജ്യത്ത് പോയാലും ഈ പ്രശ്നമുണ്ട്. ഇതിന് കൃത്യമായിട്ട് ഉള്ള ഫംഗിസൈഡ്സ്, അതായത് ഇപ്പോൾ ടെബുക്കനാസോൾ നല്ലൊരു ഇതാണ്. ഈ ടെബുക്കനാസോൾ കൃത്യമായ 20 ദിവസത്തെ ഇൻ്റർവെല്ലിൽ നമ്മൾ ഈ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ചെടി വേണ്ട രീതിയിൽ തരുള്ളൂ. അപ്പോൾ ഇതിനൊരു രോഗഭീഷണിയുണ്ട്. വ്യാപകമായി കൃഷി ചെയ്യുന്നവർ എല്ലാ ദിവസവും ഇൻവോൾവ്മെൻറ്റും ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടെങ്കിലേ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിജയിക്കുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന ഏരിയ നമ്മൾ കൃത്യമായി മാനേജ്മെൻറ്റിൽ നമ്മളുടെ ഒരു സ്വയം നിരീക്ഷണത്തിൽ കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിജയിക്കുകയുള്ളൂ.
അപ്പോൾ നമുക്ക് ഒരെണ്ണം മുറിച്ച് കാണിക്കാൻ സാധിക്കുമോ? പിന്നെ എന്നാ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ റംബുട്ടാനിൽ N18 മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഞാൻ മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞ ഒറ്റ വെറൈറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം അതിനകത്താണ് സൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വിപണി സാധ്യതയുള്ളതും ഈ മലേഷ്യൻ റെഡ് വെറൈറ്റിക്കാണ്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര ഈ മലേഷ്യൻ റെഡ് വെറൈറ്റിയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് കൊടുക്കുന്ന വളം ജൈവമാണോ? മൊത്തം ജൈവവളമാണ്, കാണാവുന്നതാണ്. ചാണകനീര് അത് തന്നെ. അതുകൊണ്ടാണ് എല്ലാം ജൈവ സമ്പുഷ്ടമാണ്. അത് നമ്മൾ കഴിയുന്നത്ര രാസവളത്തിൻ്റെ സപ്പോർട്ട് കൊടുക്കാതിരിക്കുക ചെയ്യുന്നത്. ഞാനൊരെണ്ണം കട്ട് ചെയ്ത് കാണിക്കാം. ഇത് ഒരു ചെടി എത്ര വിളവ് നമുക്ക് തരുന്നുണ്ട് സാർ ഒരു വർഷം? ഒരു ചെടി കാര്യം എല്ലാവരും പറയും 50 കിലോ എന്നൊക്കെ പറയും. അതൊന്നും നമുക്ക് ഇട്ടില്ല. നമുക്കൊരു 18 മുതൽ 20 കിലോ നല്ല പഴം കിട്ടും. സൂപ്പർ വയലറ്റ് കളറാണല്ലോ. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഓക്കെ ഓക്കെ. ഈ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത് ഈ പഴം ശരിക്കും ഈ ചെറിയ ചെറിയ പീസാക്കി കഴിക്കരുത്. നിങ്ങൾ വാ നിറയെ ഇട്ട് കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ രുചി നമുക്ക് ബോധ്യം വരുള്ളൂ. ഡെന്നിസ് ഒന്ന് കഴിച്ചു നോക്കി. മാമ്പഴം കഴിക്കുന്നല്ലോ. ടേസ്റ്റും കൂടെ ഒന്ന് നമുക്ക് നോക്കാമല്ലോ. ആണ് നല്ല വയലറ്റ് കളറാട്ടോ. കഴിക്കും പുല്ല് വിളിച്ച് അവർക്ക് കൊടുത്താ. ഓക്കെ സാർ. നല്ല വെറൈറ്റി ടേസ്റ്റ്, സൂപ്പർ ആട്ടോ. കഴിക്കും. ഞാൻ ഒരു തവണ ഇത് കഴിച്ചിട്ട് രണ്ടാമത്തെ തവണ. ഇതാണ് നാടൻ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ കാലാവസ്ഥയായിട്ട് ശരിക്കും ഇത് അക്ലൈമറ്റൈസ്ഡായി. അതുകൊണ്ടാണ് ഈ വെറൈറ്റി ഈ രുചിയിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ ബ്രിക്സൊക്കെ 18-20 വന്നു. മറ്റേ ഈ വെള്ളയുണ്ട്. പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ട് ഈ കർഷകരും കച്ചവടക്കാരും തമ്മിലുള്ളൊരു പ്രശ്നം, കച്ചവടക്കാർ ഇത് പകുതി അല്ലെങ്കിൽ 20 ദിവസം മൂപ്പാവുമ്പോൾ പറിക്കാൻ പറയും. പക്ഷേ ഈ പഴം 30 ദിവസമായതാ. 30 ദിവസമായെങ്കിൽ ഇതിൻ്റെ ആ ശരിയായ മധുരം വരത്തുള്ളൂ. ആ മധുരം വന്നാലാണ് ഇത് ഫുള്ളി നമുക്ക് എല്ലാ രുചികളോടും കൂടി നമുക്കിത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കൂടും, അതിൻ്റെ ബ്രിക്സ് റേറ്റ് കൂടും. കൂടാതെ നമുക്ക് മൊത്തത്തിൽ ഇതിൻ്റെ കാഴ്ചയ്ക്കും ആ ഒരു ഭംഗി വരും. കൃഷിക്കാരനെ സംബന്ധിച്ചോളം ലാഭം കിട്ടുന്ന എല്ലാ കൃഷികളും ചെയ്യണം, ചെയ്ത് പരീക്ഷിച്ച് വിജയിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ. ഇത് റംബുട്ടാൻ്റെ ഇടവേളയായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പം പഴുത്തത് ഇന്നലെയൊക്കെ പറിച്ചു പോയതാണ്. ഇനി അങ്ങോട്ട് പറിക്കാത്തതുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കൃഷിയും കൂടി ഇതിൻ്റെ ഇടവഴി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ലാൻഡ് വിത്ത് മാക്സിമം ഇൻകം, അതാണ് എനിക്ക്. കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കരുത്. കൃഷികൾ ഇങ്ങനെ ചെയ്യുക. ഇതൊക്കെ വിൽക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. കാലം മാറുകയാണ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൃഷി ചെയ്തത് മാർക്കറ്റ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ ആ കൃഷികളിലേക്ക് കൃഷിക്കാർ മാറിയാൽ കൃഷിക്ക് വലിയ ഭാവിയാണുള്ളത്. അപ്പോൾ സാജി സാറേ, അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും അതോടൊപ്പം തന്നെ റംബൂട്ടാൻ്റെയും 2 ദിവസം എടുത്ത് നമുക്ക് വീഡിയോ ചെയ്ത് തന്നു. ഇത്രയും സമയം എടുത്ത് സ്പെൻഡ് ചെയ്ത്. അപ്പോൾ ഇതിനെപ്പറ്റി ഇത്രയും വിവരിച്ചു തന്ന സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും കർഷക സെമിനാറോ ഇതുപോലുള്ള സാധാരണ കൃഷിക്കാരുടെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം. നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് കവർ ചെയ്യുന്നതാണ്. താങ്ക് യു ഡെന്നിസ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.